പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും ഒടുവിൽ ആ രഹസ്യം അങ്ങ് പൊട്ടിക്കുകയാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കഥയിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ആദർശ് കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ട്, ആദർശ് ചേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അന്നേരം ആദർശ് പറയുന്നുണ്ട്, വീട്ടിനുള്ളിലേക്ക് വന്നിട്ട് എന്താ, എന്നോട് വർത്തമാനം പറയാൻ ആർക്കും താല്പര്യമില്ല. എന്നെ കാണുമ്പോൾ എല്ലാവരും മുഖം തിരിക്കുകയാണ്. അന്നേരം നയന സങ്കടത്തോടെ പറയുന്നുണ്ട്, എല്ലാവരും ആദർശ് ചേട്ടനെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എല്ലാ സത്യവും വിളിച്ചു പറയും എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട എന്ന്. സത്യം പറഞ്ഞാലോ നിന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്, ആദർശും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദ് പറയുന്നുണ്ട്, എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു പാർട്ടി നല്ലൊരു ഹോട്ടലിൽ ഞാൻ നടത്തുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശം പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയത് കൊണ്ട് തന്നെ മോൾക്ക് ഒരു പാർട്ടി തരണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, അതെ ആദർശേട്ടൻ എന്നോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എന്ന്. നല്ലൊരു ദിവസം നോക്കി നമുക്ക് നല്ലൊരു പാർട്ടി നല്ലൊരു ഹോട്ടലിൽ വെച്ച് നടത്താമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് കേട്ട് ആബിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ആദർശേട്ടന് പാർട്ടി നടത്താലോ, കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലിലോ എവിടെ വേണമെങ്കിലും വെച്ച് നടത്താമല്ലോ, ഞങ്ങളൊക്കെ അല്ലേ പാപ്പരി എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്, നിനക്കിപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ തന്നില്ലേ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ചുമതല കൊടുത്ത കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ അബി എന്താ ചെയ്യുന്നത് എന്ന് നോക്കാൻ ഒരാളെ നിങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം ഇങ്ങനെ അങ്ങ് പോകട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അബി മാത്രമാണല്ലോ തെറ്റുകാരൻ, ബാക്കിയുള്ളവരെല്ലാം പുണ്യാളന്മാരാണല്ലോ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയാണ്. പിന്നെ ഗോവിന്ദനാണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാതെ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. നയനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അച്ഛൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവിടെ ചിലരുടെ മുൻപിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രയാസം കാണും, അതുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് പോയത്. ആദർശിനെ കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് പറഞ്ഞ് നവ്യയും അബിയും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആദർശിനാണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട്. അതേപോലെ തന്നെ നയനക്കും. എല്ലാവരും അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നന്ദു എഴുന്നേറ്റ് പോകുന്നില്ലേ എന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ എന്തിനാ എഴുന്നേറ്റ് പോകുന്നത്, എനിക്ക് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ എഴുന്നേൽക്കുകയുള്ളൂ. നന്ദു ഒരു പാർട്ടി തന്നിട്ട് അത് അലങ്കോലമായി പോയി എന്ന് നന്ദുവിന് തോന്നരുതല്ലോ. ഭക്ഷണത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കണം, അത് അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പാടില്ല എന്ന് എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും. അങ്ങനെ അവർ 3 പേരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം നയന ഗോവിന്ദൻ്റെയും കനകയുടെയും അടുത്ത് പോയി ആദർശിനോട് ഇങ്ങനെ ഇൻസൾട്ടായിട്ട് പെരുമാറിയതിൽ അവർ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. അബി പോകാനായി ഇറങ്ങുകയാണ്. അയാളുള്ള ഇവിടെ അബിയേട്ടന് നിൽക്കാൻ താല്പര്യമില്ല, അവന് ഇഷ്ടമില്ല. ഇവിടെ നിന്നാണെങ്കിൽ ഭക്ഷണവും കഴിക്കാൻ പറ്റിയില്ല, ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് അവരിറങ്ങുന്നുണ്ട്. ഏതായാലും നവ്യയെയും അബിയെയും നന്നായി പരിഗണിക്കുന്നുണ്ട് കനകയും ഗോവിന്ദനും. ആദർശിനെ നന്നായി അവോയ്ഡും ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് ആദർശിന് നയനക്ക് നല്ല വിഷമമാകുന്നുണ്ട്. അങ്ങനെ നവ്യ പോകുന്നതിന് മുമ്പ് കനകയോടും ഗോവിന്ദനോടും നന്ദുവിനോടുമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവളെ ഉപദേശിച്ച് തിരുത്താൻ നോക്ക്, അല്ലെങ്കിൽ അവളുടെ ജീവിതം അവിടെ കിടന്ന് മുരടിച്ചു പോകും എന്നൊക്കെ. എന്നിട്ട് ടാറ്റ പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് കനക പറയുന്നുണ്ട്, നവ്യ പറയുന്നത് ശരിയാ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, അതെ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഒരു തീരുമാനത്തിൽ എത്തണമെന്ന് പറഞ്ഞ് ആദർശിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നിന്റെ തീരുമാനം എന്താണ് എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചന്തുമോളെ ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം ഞങ്ങൾക്ക് പറ്റില്ല. അന്നേരം കനക പറയുന്നുണ്ട്, എന്തിനാ ഞങ്ങൾ എന്ന് പറയുന്നത്, നിനക്ക് പറ്റില്ല എന്ന് പറ. അത് കേട്ട് നയനയും പറയുന്നുണ്ട്, എനിക്കും ചന്തുമോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് കേട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് ഗോവിന്ദനും കനകയ്ക്കും. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, എങ്കിൽ ഞങ്ങൾ ഈ വീട് മാറാൻ പോവുകയാണ്. ആദർശ് തന്ന ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു വാടക വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് നയനയും ഞെട്ടുന്നുണ്ട്. പിന്നെ നയന ആദർശിനോട് പറയുന്നുണ്ട്, ഇനി സത്യങ്ങൾ തുറന്നു പറയുന്നത് ആദർശിട്ടാ നല്ലത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട ഇപ്പോൾ പറയണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനി ഇത് ഒളിപ്പിച്ചു വെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നും പറഞ്ഞ് പറയുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ചന്തുമോൾ അവൻ്റെ കുഞ്ഞാണ്, ആ അബിയുടെ. അത് കേട്ട് തരിച്ചു നിൽക്കുന്ന ഗോവിന്ദനെയും കനകയെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.